Good morning all. Financial management first chapter introduction to financial management. The next class എന്ന് പറയുന്നത് that is the meaning and definition of financial management. Financial management ന്റെ meaning എന്താണ്, അതിന്റെ definition എന്താണെന്നുള്ളതാണ്. First meaning എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. That is the process of managing the funds of an organization is known as financial management. Then the definition for financial management, that is according to Acker and Ambrosio, financial management in a define ചെയ്യുന്നത് that is the application of planning and control function to the finance function. ഫിനാൻസ് ഫംഗ്ഷനെ പ്ലാൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. നമ്മള് ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ചതാണ്. ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള രണ്ട് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്. ഇപ്പൊ ഫിനാൻസിനെ എഫക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യുക, ദെൻ ഫിനാൻസ് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ആക്ക ആൻഡ് അംബ്രോസിയോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് കുറച്ച് സ്വാഭാവികമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നാച്ചുറൽ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചർ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് മാനേജ്മെന്റ് ഓഫ് മണി. നമ്മുടെ കയ്യിലുള്ള കറൻസി, ആ കയ്യിലുള്ള കറൻസിയെ, അതായത് നമ്മളെ റിസോഴ്സിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കറൻസി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് മണി. അതിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം. ഓൾട്ടർനേറ്റീവ്സിലെ ബെസ്റ്റ് എഫക്റ്റീവ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ the next one, financial planning and control. ഉള്ള കറൻസിയെ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. ഇതാണ് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയാനുള്ളത്. Then determination of business success. ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്, ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. അപ്പൊ ഫിനാൻസിനെ നമ്മൾ എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ബിസിനസ് സക്സസ് ഉണ്ടായിരിക്കുക. എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, സക്സസ് ഉറപ്പാണ്. അല്ല, നമ്മൾ ഡിഫക്റ്റീവ് ആണോ വരുന്നത്, അത് നമുക്ക് ഫെയിലിയർ ആയിട്ട് മാറും. Then the next one, focus on decision making. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളത്. ഡിസിഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഉള്ള ഓൾട്ടർനേറ്റീവ് പ്ലാൻ ചെയ്യുന്നതിൽ നമുക്കറിയാം, ഉള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാം. എഫക്റ്റീവ് ആയിട്ടൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാം. ദെൻ അത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ. ദാറ്റ് will lead to a success financial management. Then centralized in nature. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെൻട്രലൈസ്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം, ചില ഏരിയാസില് നമ്മൾ എന്ത് ചെയ്യണം, അത് സെൻട്രലൈസ് ചെയ്യാം. സെൻട്രലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസ്. അപ്പൊ ആദ്യം നമ്മൾ ഉള്ള ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ നമ്മൾ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എവിടെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം. ആദ്യം നമുക്ക് അതിന്റെ ഫിക്സ്ഡ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. വേണ്ടേ? ആദ്യം നമ്മൾ പോയിട്ട് മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ അതിന്റെ മെഷീനറീസ് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടാണ് നമ്മൾ മെറ്റീരിയൽ. അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഫിനാൻസ് ചെയ്യും. ദെൻ അതിന് പിന്നീട് വേണ്ട കാര്യങ്ങളാണ് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രൊഡക്ഷൻ നടന്നു.
അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാം. ദെൻ കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ഫിനാൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ട റിസോഴ്സ് ആണ്. ആ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഇത് നമ്മൾ പ്രൊക്യൂർമെന്റ് നടത്തേണ്ടത്, ഏത് സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടും, എങ്ങനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നടത്തും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് അപ്പൊ നമ്മള് ഫണ്ടിന്റെ സോഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യാം. മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതായത് ഫിനാൻസ് എന്ന് പറയുന്നത് ഏത് മേഖലയിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് അത് എക്കണോമിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഏത് മേഖലയിലും അത്യാവശ്യമുള്ള ഒരു റിസോഴ്സ് ആണ് ഫിനാൻസ്. അപ്പൊ നമുക്ക് ഒരു അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും ക്യാരറ്റ് ഉണ്ടാക്കുന്ന ഒരു അഗ്രികൾച്ചർ ഒരു ഫാർമർ ക്യാരറ്റ് ആണ് ഉണ്ടാക്കുന്നത്, അയാൾക്കും വേണം ഫിനാൻസ്. അയാൾക്ക് മാർക്കറ്റിംഗ്, ആ ഒരു ക്യാരറ്റ് മാർക്കറ്റിംഗ് നടത്താൻ അയാൾക്ക് ഫിനാൻസ് വേണം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അതൊക്കെ അവിടെ ഫിനാൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇല്ലേ. അപ്പൊ അവിടെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഏത് മേഖലയിലും ഫിനാൻസ് അത്യാവശ്യമാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? Then the next topic, that is importance of financial management. ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, സക്സസ്ഫുൾ പ്രൊമോഷൻ. സക്സസ്ഫുൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ എത്തിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ഫിനാൻസ് ആണ്. അപ്പൊ നമുക്കുള്ള ഫിനാൻസിനെ, അതായത് ആദ്യം നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്യാപിറ്റലിനെ നമുക്ക് രണ്ട് രൂപത്തില് അത് ഡിവൈഡ് ചെയ്യണം. അത് ഫിക്സഡ് വൺ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ റേഷ്യോ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ വേണം എന്നുള്ളത് ഓരോ ബിസിനസിന്റെയും നേച്ചറിനനുസരിച്ച് വ്യത്യാസം വരും. നമുക്ക് ഫിക്സഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ക്യാഷ് ആവശ്യമുള്ള സ്ഥലത്താണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അത്യാവശ്യം വേണം, എന്നാലേ ഡേ ടു ഡേ അഫയേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ മാത്രമാണ് നമുക്ക് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യൂ, നമ്മുടെ ബിസിനസ് സക്സസ് ആവും. ദെൻ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. ഇതിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സിന് ആ ബിസിനസിന്റെ കറക്റ്റ് നമുക്ക് നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ദെൻ കോർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ബിസിനസ്സിലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പർച്ചേസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു മേഖലയിലും നമുക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ മാനേജർ ആണ് നമുക്ക് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫിനാൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഫിനാൻഷ്യൽ മാനേജർ ആയിരിക്കും. എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ത് ചെയ്യുന്നു, എല്ലാ മേഖലയിലുള്ള ഫിനാൻഷ്യൽ അഫയേഴ്സ് അവര് മെയിൻറ്റെയിൻ. Then solution to financial problem. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ, അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടണം, എങ്ങനെ? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കുള്ളൂ. ദെൻ ഡിസിഷൻ മേക്കിംഗ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതായത് നമുക്ക് കയ്യിലുള്ള ക്യാഷ് നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം, ഡിസിഷൻ നിർബന്ധമാണ്. നമുക്ക് പെട്ടെന്നുള്ള ഒരു കാര്യം, അതായത് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. പക്ഷെ എന്ത് കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അറിയാം. അത് ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ്. അപ്പൊ ലൈഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടാണ് നമ്മുടെ ഫിനാൻസിനെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡിസിഷൻ എടുക്കാനുള്ള
ടൂൾസ്, ഡിസിഷൻ എടുക്കാനുള്ള ടൂൾസ് ആണ് ബഡ്ജറ്റ്സ്. അതായത് മുൻകൂട്ടിയിട്ട് നമ്മൾ പ്രവചിക്കുകയാണ് ഇത്ര രൂപയാവും എന്നുള്ളത് നമ്മൾ പ്രവചിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും ഒരു വേരിയേഷൻ വരുമ്പോൾ അത് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ നമ്മൾ കണ്ടെത്തും. ദെൻ കോസ്റ്റ് പ്രോഫിറ്റ് വോളിയം അനാലിസിസ്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ അതിന് ആനുപാതികമായിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, the next one, determinants of business success. നമുക്ക് അറിയാം നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ നമ്മുടെ പെർഫോമൻസും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആവുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് റിസൾട്ട് എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നടത്തുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് 3 ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, maximization of profits, maximization of wealth, value, maximization. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. maximization of profit, maximization of wealth, value, maximization. അപ്പൊ ആദ്യം നമ്മുടെ പ്രോഫിറ്റിന്റെ മാക്സിമൈസേഷൻ ആണ്. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. അത് എങ്ങനെയാണ്, നമുക്ക് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ് ഒരു ബിസിനസിന്റെ, അല്ലേ? അപ്പൊ നമുക്ക് അതില് ഒരുപാട് ആളുകൾ നമ്മളോട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഒരു ബിസിനസിനോട്. അത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാവാൻ. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആദ്യം നമ്മളെ ബിസിനസിന്റെ എഫിഷ്യൻസി, അതിന്റെ സക്സസ് നമ്മൾ എന്ത് ചെയ്യും, കൂടും. പ്രോഫിറ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കൂടുന്നു. ദെൻ നമുക്ക് സർവൈവൽ, നമുക്ക് അതിജീവിക്കാൻ, നമ്മുടെ ബിസിനസിനെ വീണ്ടും നമ്മള് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവശ്യമാണ്. ദെൻ സോഷ്യൽ വെൽഫെയർ, നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കുമുള്ള അവരുടെ സ്റ്റാൻഡേർഡ് നമുക്ക് കൂടുന്നു. സോഷ്യൽ വെൽഫെയർ നമുക്ക് നടത്താൻ സാധിക്കും. ദെൻ മാക്സിമം ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ കിട്ടും. ദെൻ സഫിഷ്യന്റ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ നടത്തണമെങ്കിൽ, പുതുതായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന് സഫിഷ്യന്റ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ദെൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു കൂടുതൽ, അതായത് നമ്മുടെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസിന്റെ സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടും. അപ്പൊ എത്രയും കാര്യങ്ങളാണ് നമ്മള് അഡ്വാൻറ്റേജസ്, പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷന് നമുക്ക് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജ് മാത്രമല്ല അതിന് കുറച്ച് ക്രിറ്റിസിസം പറയാനുള്ളത്. ഒന്ന്, ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് വേണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം എന്നുള്ളത് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ സാധിക്കില്ല. ഒന്ന്, ഫ്യൂച്ചർ റിട്ടേൺ കിട്ടുന്ന സമയത്ത്, ഫ്യൂച്ചർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇത്ര കിട്ടും എന്നുള്ളത് പറയാം. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട്, ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്ത് ആ സമയത്ത് തുടങ്ങിയ ഒരുപാട് ബിസിനസ് ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇത്രയും പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമുക്ക് COVID-19 വന്നത്, അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ബിസിനസിനെ നന്നായി എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് വരികയാണ്. ദെൻ
പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്ന് നമ്മൾ അനൗൺസ് ചെയ്തിട്ടല്ല ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. കാരണം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് കോസ്റ്റ് കുറയ്ക്കണം. കോസ്റ്റ് കുറക്കാനുള്ള വഴികൾ നമ്മൾ കാണണം. അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ് കുറക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മളൊരു കസ്റ്റമറിനോട് പറയില്ല ഞങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണമെന്ന് പറഞ്ഞ അത് സൈലന്റ്. ആ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്. അങ്ങനെ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് വരുന്നതാണ് എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെയും അതേപോലെ തന്നെ വർക്കേഴ്സിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. മാക്സിമം നമ്മള് കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയീസിന്റെ സാലറി ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു കോസ്റ്റ് നമുക്ക് വരുന്നതാണ്, അത് കുറയും. കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്നും ഹൈ റേറ്റ് നമ്മൾ വാങ്ങിക്കാം. ഇതെല്ലാം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് കണക്കാക്കും. ദെൻ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഏരിയ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് അൺസർട്ടൻ ആണ്. ദെൻ വെൽഫെയർ, നമുക്ക് സൊസൈറ്റിക്കുള്ള വെൽഫെയർ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ അതവിടെ മറക്കാണ് സൊസൈറ്റിയുടെ. കാരണം കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഹൈ റേറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയുടെ വെൽഫെയറിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ക്രിറ്റിസിസം ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. Then the second objective, that is maximization of wealth. Maximization of profit ഉം വെൽത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നോക്കുക. വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുമ്പോൾ നേരത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്നും ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ, അവർക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, ദാറ്റ് ഈസ് ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയാ, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയാം. അതായത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ഉണ്ടായി എന്ന് പറയുന്നത്, നമുക്ക് വെൽത്ത് കിട്ടി എന്നുള്ളത് പറയുന്നത്. അപ്പൊ ആ വെൽത്ത് കിട്ടുന്ന സമയത്ത് അഫക്ട് ചെയ്യുന്നത് എന്താണ്, ഏർണിംഗ് പെർ ഷെയർ കൂടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എവിടെയും പറയാനുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി, ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് PV. നമുക്ക് ഇന്നലത്തെ ഒരു രൂപയുടെ വിലയില്ല ഇന്നുള്ളത്, അതിന് വ്യത്യാസം വരുന്നു. ഓരോ ടൈമിന് അനുസരിച്ച് നമുക്ക് മണി വാല്യൂവിന്റെ വ്യത്യാസങ്ങൾ വരുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓണേഴ്സ്, എംപ്ലോയീസ്, അതേപോലെ തന്നെ പബ്ലിക്, ഇവരൊക്കെ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ. നല്ല ഒരു ഡിവിഡൻഡ് പോളിസി ഫ്രെയിം ചെയ്യാൻ ഇത് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. റിസ്ക് ഫാക്ടർ, നമുക്ക് റിസ്ക് ഫാക്ടർ അറിയാം. ഓരോ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടർ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കും. കാരണം വെൽത്തിനാണ് നമുക്കത് എന്ത് ചെയ്യുന്നത്, നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടൈം വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റിസ്ക് ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നു, അത് നമുക്ക് എൻഷുർ ചെയ്യാം. പിന്നീട് പറയുന്നതാണ് നമുക്ക് ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ റിസോഴ്സ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ നമുക്ക് ഈ വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷന് അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, വെൽത്ത് മാക്സിമൈസേഷനും കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റും ബെനിഫിറ്റ്സും അതിന്റെ നെറ്റ് എഫക്ട് എങ്ങനെയാണ്
എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോറി, ഞാൻ എടുത്തത് വ്യത്യാസമായി. നമുക്ക് ക്രിറ്റിസിസ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഫേം ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, നമുക്ക് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്, അതായത് ഏർണിംഗ്സ് പെർ ഷെയർ കൂട്ടുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ പറയുന്നതെങ്കിൽ പോലും പക്ഷേ പല കമ്പനീസും പല കോൺസെപ്റ്റ് ആണ് ഉള്ളത്. ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ പോളിസിയില് മിസ് ഇന്റർപ്രിട്ടേഷൻ വരുന്ന ഒരു കാര്യം, അതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ആണോ അവിടെ കൂടുന്നത്, അതോ മറ്റുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ആണോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അങ്ങനെ ഒരുപാട് നമുക്ക് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പും പേഴ്സൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആരുടെ കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഫിനാൻഷ്യൽ പോളിസിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ സോഷ്യലി ഡിസൈറബിൾ അല്ല. സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ സാധിക്കില്ല. വെൽത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ് എന്ത് വെൽത്ത് മാക്സിമൈസേഷൻ. സ്മോൾ ഓർഗനൈസേഷൻ, ഇത് വലിയ ഓർഗനൈസേഷൻ മാത്രമേ യൂസ്ഫുൾ ഉള്ളൂ. അതേപോലെ തന്നെ സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടായിരിക്കുള്ളൂ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ആണ്, വെൽത്ത് ആണെങ്കിൽ അത് ലോങ് ടൈം ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, വെൽത്ത് ആണെങ്കിൽ വെൽത്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് നമ്മളവിടെ മെഷർ ചെയ്യാൻ സാധിക്കും. എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ഓർഗനൈസേഷന്റെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സെക്യൂരിറ്റീസിന്റെ പ്രൈസിൽ ചേഞ്ചസ് വരുള്ളൂ, ഹൈ പ്രൈസിൽ നമ്മുടെ സെക്യൂരിറ്റീസ് വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കൂടുതലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഫോർത്ത് ഡിഫറൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ വെൽത്ത് മാക്സിമൈസേഷന് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനില് EPS ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടില്ല. വെൽത്ത് മാക്സിമൈസേഷൻ ആണെങ്കിൽ നമുക്ക് ഇൻക്രീസ് ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ദ സിക്സ്ത് ഡിഫറൻസ് സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലാണ്, പക്ഷെ വെൽത്ത് മാക്സിമൈസേഷൻ അത് കൺസിഡർ ചെയ്യുന്നു. And the seventh difference, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ട്രഡീഷണൽ അപ്രോച്ച് ആണ്, മോഡേൺ അപ്രോച്ച് ആയിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ വരുന്നത്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്ക് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മോഡേൺ അപ്രോച്ച് ആണ്. റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല പ്രോഫിറ്റ് മാക്സിമൈസേഷനില്, പക്ഷേ വെൽത്ത് മാക്സിമൈസേഷനിൽ അതിന്റെ റിസ്ക് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, then the last financial objectives is വാല്യൂ മാക്സിമൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യും. അപ്പൊ നമുക്ക് വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ആയിട്ട് വെൽത്ത് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ കൂടും. ഏർണിംഗ്സ് പെർ ഷെയർ കൂടി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റീസിന്റെ വാല്യൂ കൂടും. ഒരുപാട് ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. അപ്പൊ എങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ നമുക്ക് വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് സാധിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് പോലെ തന്നെ നമുക്ക്
നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ നമുക്ക് നമ്മുടെ ബിസിനസിനെ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവിടെയുള്ള എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. അവിടെ ഹെൽത്ത്, അവിടെ അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു പെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എംപ്ലോയി സാറ്റിസ്ഫാക്ഷന് വേണ്ടി നടക്കുന്നത്. ദെൻ മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നത് മാനേജ്മെന്റിന് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിനെ അതേപോലെ തന്നെ ഔട്ട്സൈഡ് ബിസിനസ് ഔട്ട്സൈഡ് അഫയേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കാം, നല്ല ഒരു റിട്ടേൺ കൊടുക്കുക. അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് മാനേജേഴ്സിന്റെ നീഡ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ട് അറിയാം. ദെൻ പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് പഠിച്ചു, ഇമ്പോർട്ടൻസ്, ദെൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, താങ്ക് യു.